നേപ്പാളിൻ്റെ ചാരുത ഒപ്പിയെടുക്കുക എന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായിട്ടുള്ള ദൃശ്യചാരുത തന്നെയാണ് ഈ നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിൽ ഉടനീളം. ഞാൻ എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ 50ഓളം ക്ഷേത്ര സമുച്ചയങ്ങൾ ഉള്ള ഒരു പണ്ടുകാലത്തെ രാജകൊട്ടാരമായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള സംസ്കൃതികൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ദർബാർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഏരിയ. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലം ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയർ. ഇതിനകത്ത് വളരെ വിശേഷപ്പെട്ട ചെറുക്ഷേത്രങ്ങളുണ്ട്, വലിയ ക്ഷേത്രങ്ങളുണ്ട്. ഹനുമാന്റെ ക്ഷേത്രമുണ്ട്, കാലഭൈരവൻ്റെ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പശുപതിനാഥ് ക്ഷേത്രം, നേപ്പാളിലെ മഹത്തായൊരു ക്ഷേത്രമാണ് പശുപതിനാഥ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചറായിട്ട് സെയിം പേരുള്ള ഒരു പശുപതിനാഥ് ക്ഷേത്രവും ഈ ഒരു ദർബാർ സ്ക്വയറിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. 1560 തൊട്ട് 1574 വരെ നമ്മുടെ ഈ ഒരു നേപ്പാൾ ഭരിച്ചിരുന്ന മഹേന്ദ്രമല്ല രാജാവ്, അദ്ദേഹം പണിതുയർത്തിയ അനേകം ക്ഷേത്രവും ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിനകത്തുണ്ട്. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നെവാരി എന്ന് പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള നേപ്പാളി വാസ്തുവിദ്യ ശൈലിയിലാണ്. ഒരു ക്ഷേത്ര സമുച്ചയത്തിന് അകത്തേക്ക് നമുക്ക് കയറണമെങ്കിൽ 500 നേപ്പാളി രൂപ എൻട്രൻസ് ഫീസായിട്ട് നൽകേണ്ടതുണ്ട്. നേപ്പാളികൾക്ക് അത് ഫ്രീ ആണ്. വിദേശികളായിട്ടുള്ള പൗരന്മാർക്ക്, സാർക്ക് രാജ്യങ്ങളിലെ ആളുകൾക്ക് 500 രൂപ, മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്ക് 1000 രൂപ എന്ന ഈ നിരക്കിലാണ് ഇതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് നൽകേണ്ട തുക. നമ്മൾ മീഡിയകളിലൊക്കെ കണ്ടതാണ് 2015 ഈ പ്രദേശത്തുണ്ടായ വിനാശകരമായിട്ടുള്ള ഭൂകമ്പം. ശരിക്കും ആ ഒരു സംഗതി നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിലും ഓരോ കെട്ടിടങ്ങൾ ഇങ്ങനെ തകർന്നു വീഴുക, അതിന് താഴെയുള്ള ആളുകൾ അതിൽപ്പെട്ട് മരിക്കുക, ഇത്തരത്തിലുള്ള ആ വിനാശകരമായ ഭൂകമ്പം ഈ ഒരു പ്രദേശത്തെയും അന്ന് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് പുരാതനങ്ങളായിട്ടുള്ള ആ കെട്ടിടങ്ങളെ അതേപടി നിലനിർത്തുക എന്നത് തന്നെയാണ്. ഞാനിവിടെ വന്ന് കണ്ട സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം, അവരുടെ ആ സംസ്കാരത്തെ അവർ ആ ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് അന്നും ഇന്നും എങ്ങനെയാണോ പുരാതനമായിട്ടുണ്ടായിരുന്നത് അതിൽ മാറ്റം വരുത്താതെ ആ ഒരു കളറോട് കൂടി തന്നെ നിലനിർത്തുന്ന ആളുകളാണ് നേപ്പാളികൾ. അല്ലെങ്കിൽ നേപ്പാളിലൊരു സംസ്കാരം അങ്ങനെയാണ് എന്നത് തന്നെയാണ് എനിക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് 1979 ഈ കാണുന്ന കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയർ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ആനുകൂല്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ആ ഒരു ആനുകൂല്യങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും മെയിൻ്റനൻസും ഒക്കെ വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. തമ്പനയിൽ ഞാൻ പറഞ്ഞ ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കഞ്ചാവ് പ്രസാദമായിട്ട് നൽകുന്ന ഒരു സ്ഥലം. മുന്നേ കണ്ട ഒരു സ്ഥലമാണത്. ഞാൻ ഒന്നുകൂടി അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. നമ്മൾ ഇന്ത്യയിലെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും കഞ്ചാവ് ഒരു പ്രസാദമായിട്ട് നൽകുക അത് അസാധ്യമല്ലേ എന്ന്. ശരിക്കും ഇവിടുത്തെ ആ ഒരു ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഇവിടെ കഞ്ചാവ് ആളുകൾക്ക്, ആർക്കാണ് താല്പര്യം അവർ ആ സന്യാസിമാരിരുന്ന് വലിക്കുന്നുണ്ട്, അവർക്കൊപ്പം കൂടി നമുക്ക് വേണമെങ്കിൽ അത് ആ ഒരു പ്രസാദമായിട്ട് നമുക്ക് വലിക്കാം. അതാണ് ആ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലഭൈരവൻ്റെ ക്ഷേത്രമാണ്. ഇത് ആ ഒരു ശില വളരെ വലിയൊരു ശിലയാണത് കേട്ടോ, കരിങ്കല്ലിൻ്റെ ശിലയാണ്. അത് എത്രയോ പുരാതനമായിട്ടുള്ള പഴക്കം കൊണ്ടും ആ ഒരു നിർമ്മിതി കൊണ്ടും വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക ആ ഒരു സംഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള
ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്ര സമുച്ചയത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഈ കാണുന്ന കാലഭൈരവ ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ചിട്ട് ഇതൊരു നെൽവയലിൽ നിന്ന് കണ്ടെത്തി എന്നതാണ് പറയുന്നത്. അത് പിന്നീട് നേരത്തെ ഞാൻ പറഞ്ഞ പ്രതാപമല്ല രാജാവ് ഈ ഒരു ദർബാർ സ്ക്വയറിൽ ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, വിശ്വാസികൾക്ക് ശക്തിയുള്ള ഒരു ദേവനായിട്ടാണ്, മരണത്തിൻ്റെ ദേവനായിട്ട് ആരാധിക്കപ്പെടുന്ന മൂർത്തിയായിട്ടാണ് ഈ കാലഭൈരവൻ്റെ വിഗ്രഹം ഇവിടെ നിലകൊള്ളുന്നത്. ധാരാളം ആളുകൾ ആരാധനയ്ക്കായി എത്തുന്നു. ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു കാര്യമനുസരിച്ചിട്ട് മരണത്തിൻ്റെ ദേവനായിട്ടാണ് കാലനെ കണക്കാക്കുന്നത്. ആ കാലൻ്റെ രൂപത്തിൽ ഭൈരവൻ്റെ രൂപത്തിലായിട്ട് ശിവന്റെ തന്നെ ഒരു അംശമായിട്ട് നിലകൊള്ളുന്ന ഒരു മൂർത്തിഭാവമാണ് ഈ കാലഭൈരവൻ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ തമ്പനയിലിൽ കൊടുത്ത കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് കഞ്ചാവ് ഇവിടെ പ്രസാദമായിട്ട് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ഥലത്താണ് അത് നമുക്ക് ലഭിക്കുക. വൈകുന്നേരം 8 മണിക്ക് ശേഷം അവിടെ സന്യാസിമാരും അതുപോലെ ആവശ്യമുള്ള ഭക്തന്മാരും ഒക്കെ വന്നു ചേർന്ന് ആ ഒരു വലിയ മരത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും തീ ഇങ്ങനെ വമിക്കുന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് അവർ പുക എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് മിനി പശുപതിനാഥ് ക്ഷേത്രം. ഇവിടെ ആരാധന നടത്തി അവിടെ എന്താ പറയുക, തൊഴുത് പ്രാർത്ഥിച്ചിട്ടുള്ള ഭക്തന്മാർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരത് വന്ന് അവിടെ ഈ ഒരു സന്യാസിമാരുടെ ഒപ്പം കൂടി അത് ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രസാദം സ്വീകരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇത് നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എത്ര ആളുകളായിരിക്കും ചിലപ്പോൾ ഇത് കേട്ടിറങ്ങി ഇവിടേക്ക് വരിക എന്നത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് അവിടുത്തെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അധികം പേരൊന്നും അതിനുള്ളിലേക്ക് ഈ ഒരു ക്ഷേത്രമല്ല, ഒരു സന്യാസിമാർ താമസിക്കുന്ന ഒരു സ്ഥലമാണത്. അതിനുള്ളിലേക്ക് കയറിയിട്ട് വേണം അത് വലിക്കാനായിട്ട്. അപ്പോൾ ആളുകളൊന്നും അത്തരത്തിലൊന്നും ഒരു തരത്തിലും ആളുകൾ ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. ആ സന്യാസിമാർ മാത്രം അതിനകത്തിരുന്ന് വലിക്കുന്നത് കണ്ടു. അത് ഞാൻ ചോദിച്ചപ്പോൾ അത് കഞ്ചാവിനായിട്ട് ബന്ധമുള്ള സംഗതി തന്നെയാണ് അവർ പുകയ്ക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശിവന്റെ ആരാധനാ ക്രമത്തിൽ ഇതിന് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എന്നിരുന്നാലും ഇവിടെ ഇത്തരം സംഗതികൾ ഈ ഒരു ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യസന്ധമായ അറിവ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ തമ്പനയിൽ ആ കാര്യം സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്നൊരു കാര്യം, കഞ്ചാവ് നിയമവിധേയമാണോ നേപ്പാളിൽ എന്നത്. പക്ഷെ അത് നിയമവിധേയമൊന്നുമല്ല, ഒരാചാരത്തിൻ്റെ ഭാഗമായി അതവർ നൽകുന്നു, അതവർ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ ധാരാളം ആളുകളെ ഒന്നും ഞാനിവിടെ കണ്ടില്ല. കുറച്ച് പേര് അതിന് വന്നു, അത് കണ്ടു, ഞാനത് സത്യമായിട്ട് കണ്ടു. ഈ ഒരു കാര്യം എല്ലാ സമയത്തൊന്നും ഇല്ല കേട്ടോ, വൈകിട്ട് മാത്രമാണ് അതവിടെ നടക്കുന്നത്. അത് അതിൻ്റെ വഴിക്ക് വിടുക. ക്ഷേത്രം കാണാനും ആ ഒരു അനുഭൂതി നുകരുവാനുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ദർബാർ സ്ക്വയറിലേക്ക് എത്തിച്ചേരുക. എന്തായാലും പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം, കണ്ടുമുട്ടാം. അതിനു മുന്നേ നമ്മുടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഞാൻ ഏകദേശം ഒരു 100 ലൈക്കെങ്കിലും ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ കാണുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ പറ്റാവുന്ന ആളുകളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.